കൂട്ടുകാർക്കും ചുറ്റുപാത്ര കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പടവലങ്ങ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഓണം സ്പെഷ്യൽ സീരീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ പടവലങ്ങ മഴക്കാലത്ത് വളരെ ഹെൽത്തിന് വളരെ നല്ലൊരു വെജിറ്റബിളാണ്. കാരണം ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് പടവലങ്ങയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇത് വരുന്നതും ഈ റെയിനി സീസണിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് വെച്ചിട്ട് പലതരത്തിലുള്ള ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട്, തോരൻ ഉണ്ടാക്കാറുണ്ട്. അതിൽ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നൊരു തോരൻ തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ പടവലങ്ങ ഞാൻ ഒരു 250 ഗ്രാമോളം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരത്തിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോവാണ്ട് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒനിയനാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഒരുപാട് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ സവോള എടുത്തിരിക്കുന്നത്. ഇതുപോലെ 1.5 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടേ കുറയ്ക്ക് ചെയ്തോളൂ. പിന്നെ ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇടിച്ച മുളകാണ്. അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരിഞ്ഞിട്ട് വേണം ഈ പടവലങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞും എടുക്കാം, ഈ നാളികേരത്തിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞ പടവലങ്ങയിലേക്ക് ഈ ഒനിയൻ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഇടിച്ച മുളകാണ്. അത് അവരവരുടെ എരിവനുസരിച്ച് ചേർത്തോളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട കടലപ്പരിപ്പ് ഞാനിവിടെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അത് ഇത്രയും പാകത്തിന് കിട്ടാൻ പാടുള്ളൂ. കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുതിർക്കാത്ത കടലപ്പരിപ്പാണെങ്കിൽ 4-5 വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ചാലും മതി. അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ തന്നെ കിട്ടേ വേണം അത്. ഇനിയും നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ പടവലങ്ങ അതിനകത്ത് ചേർക്കാം. പടവലങ്ങയുടെ കൂട്ട് നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ പടവലങ്ങ ഒരു ഹാഫ് കുക്കായതിന് ശേഷമാണ് നമ്മൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം കടലപ്പരിപ്പ് നമ്മൾ വേവിച്ചാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനകത്തേക്ക് ഇട്ട് ഒരുപാട് വെന്ത് പോകണ്ട. അപ്പോൾ ഇതൊന്ന് ഒരു ഹാഫ് കുക്കാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പടവലങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ആ പടവലങ്ങ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് അതിന് വെള്ളം വരണേ കേട്ടോ. അതൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ഈ കടലപ്പരിപ്പിനെ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് കടലപ്പരിപ്പാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം പടവലങ്ങയ്ക്ക് 1 കപ്പ് കടലപ്പരിപ്പ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നാളികേരം ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പടവലങ്ങയുടെ മീത് നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചതും നമ്മൾ നാളികേരം ഒതുക്കിയെടുത്തതും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ തോരൻ നമ്മൾ മൂടി വയ്ക്കുന്നില്ല, തുറന്ന് തന്നെ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഒരു 2 മിനിറ്റോളം മൂടി വെച്ച് നാളികേരവും കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ട് മൂടി വെച്ചാൽ മതി. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കടലപ്പരിപ്പും നാളികേരമൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. കാരണം നമുക്ക് പടവലങ്ങയിൽ മാത്രമാണ് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടിയും ഇതേപോലെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടും. ഇപ്പോൾ ഇതിനകത്ത്
ഒരു ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് ഇത് ഇരിക്കണത്. അപ്പോൾ ഇതിങ്ങനെ നീക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തുറന്ന് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കടലപ്പരിപ്പ് പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഫൈബറും അതുപോലെ പ്രോട്ടീൻ, കടലപ്പരിപ്പ് ചേർക്കണോണ്ട് തന്നെ ആവശ്യത്തിന് പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണവർക്കും വളരെ കലോറി കുറഞ്ഞ ഒരു തോരനാണിത്. നാളികേരം ചേർക്കണോണ്ട് മാത്രമാണ് ഇതിനകത്ത് കുറച്ചും കൂടിയും കലോറി ഉണ്ടാവുള്ളൂ. പക്ഷേ വെയിറ്റ് ലോസ് ചെയ്യണവർക്കും സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.